ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായാലേ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ പരീക്ഷയായിരുന്നു ചേട്ടായിക്ക്. അപ്പോൾ അതുകൊണ്ട് ചേട്ടായിക്ക് മോഡലൊക്കെ തുടങ്ങി. അതുകൊണ്ട് നമുക്ക് കുറേ ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല. കാരണം പഠിക്കാനും പിന്നെ ഇവിടെ ഒന്നും ഇല്ല ഞങ്ങൾ. അതുകൊണ്ട് പഠിക്കാനൊന്നും പറ്റില്ലല്ലോ ഇപ്പോൾ വീഡിയോ എടുത്താൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇടാഞ്ഞത്. പിന്നെ എനിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പ്രോഗ്രാമിൻ്റെ കുറേ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, എന്തായാലും ഷോർട്ടൊക്കെ ആയിട്ടില്ല. കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ഇട്ടു. അപ്പോൾ എന്തായാലും കുറേ നാളായല്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് എന്താണ് ഒരു വീഡിയോ എന്നായിരിക്കും നിങ്ങളൊക്കെ ഓർക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ കുറേ നാൾ മുമ്പ് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നമ്മൾ 2025 ഇതിന് 26 അപ്പോൾ 25 നമ്മൾ മറ്റേ സ്നേക്ക് പ്ലാന്റ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ കാണിച്ചില്ല. എന്നിട്ട് ചട്ടിയിലും കലത്തിലും ഏതിലൊക്കെയോ കുറേ കൊണ്ട് വെച്ചായിരുന്നു. 3 എണ്ണമായിരുന്നു നമ്മൾ വെച്ചത്. അപ്പോൾ ഇപ്പോൾ ഏനാതി വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് നമ്മളിവിടെ വേറെ 5-6 കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെയും കുറേ എൻ്റെ കയ്യിലുണ്ട് സ്നേക്ക് പ്ലാന്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സംഭവം. അപ്പോൾ ഇതിൻ്റെ ചെറിയ വെറൈറ്റി ടൈപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ സ്നേക്ക് പ്ലാന്റിലാണെങ്കിൽ ഒരു പ്രത്യേകതരം പൂ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ മിക്ക വീട്ടുകളിൽ ഇപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന വഴിക്കൊക്കെ കാണാറുണ്ട്. പക്ഷേ ഞാൻ ഓർത്ത ഒരു കുത്തി വെച്ചേക്കണായിരിക്കുന്നു. പക്ഷെ ഇവിടെ ഉണ്ടായപ്പോഴാണ് ഗൈസ് നമ്മൾ കണ്ടത്. കണ്ടോ എൻ്റെ പൂക്കണ കണ്ടോ ഇതിൻ്റെ അടിയിൽ നിന്ന്? ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയില്ലേ. എനിക്കറിയില്ലായിരുന്നു സ്നേക്ക് പ്ലാന്റ് പൂക്കൂന്നൊന്നും. അപ്പോൾ എന്തായാലും അതൊക്കെ ഇനി പൂക്കുമായിരിക്കും. ഇത് ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ സ്നേക്ക് പ്ലാന്റ് പൂത്തി ഞാൻ കാണുന്നത്. കണ്ടോ നല്ല ഭംഗിയില്ലേ. ഇനി ഞാൻ കുറേ വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു ഇത് എങ്ങനെയാണ് പൂക്കണ, എന്ത് പൂവാണെന്നൊന്നും എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ വെള്ളപ്പൂ. ഇതിപ്പോൾ കാണുന്നത് മൊട്ടാണ്. ഈ മൊട്ട് വിരിയുമ്പോൾ ഇത് കണ്ടോ, ഇത് അടിയിൽ കണ്ടു ഇങ്ങനെ നാര് പോലത്തെ സാധനം. ഇതൊക്കെ വിരിയുമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ മൊട്ട് മൊത്തം വിരിഞ്ഞിട്ട് നിറച്ചും ഇങ്ങനെ പൂവിട്ട് വരും എന്നാണ് പറഞ്ഞത്. ഗൈസ് എൻ്റെ മുഖത്ത് നിറച്ചും പറ്റി എന്തോ കടിച്ചിട്ട് എനിക്ക് ഭയങ്കര വേദനയാണ് ഗൈസ്. ഇപ്പോൾ മൊത്തം ഞാൻ കണ്ണ് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഈ പൂ എനിക്ക് ഭയങ്കര അതിശയമാവും. ഞാൻ സെർച്ച് ചെയ്തൊക്കെ നോക്കി. പിന്നെ ഞങ്ങളിങ്ങനെ വഴിക്ക് സ്കൂൾ വിട്ട് വഴിക്ക് ഒരു വീട്ടിൽ ഇങ്ങനെ നിറച്ച് സൈഡിൽ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിലാണെങ്കിൽ നിറച്ച് ഈ സംഭവം പൂവിട്ട് നിൽക്കുക. ഞാൻ ഓർത്തു ഇവർ കുത്തി വെച്ചാണോ എന്നൊക്കെ. ഇവിടെ പൂവിടുന്നതിന് മുന്നേ ഞാൻ ഓർത്തായിരുന്നു. അപ്പോൾ അതെന്നാലും ഇവിടെ പൂവും കൂടി ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കുത്തി വെച്ചതല്ലെന്ന്. ഇപ്പോൾ പകുതി മുക്കാലും ആൾക്കാർക്കും ഇത് പൂക്കോ ഇല്ലയോ എന്ന് അറിയില്ലായിരിക്കും. മിക്കവരും ഇതൊരു ഇലച്ചെടിയായിട്ടാണ് കാണാറ്. പിന്നെ ഇതിന് മലയാളത്തിൽ സർപ്പച്ചെടി അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ പിന്നെ സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ വേറൊരു സംഭവം ഞാൻ കാണിച്ചത് എൻ്റെ ഗാർഡനിലുണ്ടായൊരു പൂവാണ് ഗൈസ്. അയ്യോ ഒടിഞ്ഞു പോയി. അത് ഞാൻ പിടിച്ചതിൻ്റെ പ്രശ്നം. നമുക്ക് ഇവിടെ കുത്തി വയ്ക്കാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഓർക്കിഡാണ്. ഈ ഓർക്കിഡിൻ്റെ വെറൈറ്റി ഇത് ഇവിടെയും പിടിഞ്ഞുകൊണ്ട് കാണിച്ചു തരാം. കണ്ടോ ഇതിൻ്റെ പൂ കാണാൻ ഒരു പ്രത്യേക ഭംഗിയത്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഒരു സംഭവം ഇങ്ങനെ നിൽക്കാണ്ടോ. ഇത് മൊത്തം വിരിയാനുള്ളതാണ്. പക്ഷേ ഈ ഓർക്കിഡിൽ നിറച്ച് ഉറുമ്പ് വരും ഗൈസ്. എന്താണെന്ന് അറിയാവുന്നതൊന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല രസമായ പർപ്പിൾ കളറാണിത്. അടുത്ത മുട്ടുണ്ട്. പിന്നെ ഒരു വെറൈറ്റി ഓർക്കിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇതൊരു ഇതിപ്പോൾ ലൈറ്റ് പർപ്പിളാണ്. ഇതിൻ്റെ ഡാർക്കായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പർപ്പിൾ കളറാണ് ഇതിലുണ്ടാവുന്നത്. ഇത് പൂടാറായിട്ടില്ല. നമ്മൾ ഒരു വട്ടം ഇട്ടതാണ് ഇതെല്ലാം തന്നെ. ഒരു ഓർക്കിഡ് അവിടെ കാണാതെ പോയിട്ടുണ്ട്. എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് വിരിയുന്നത്. വിരിഞ്ഞിട്ട് കുറേ ദിവസമായി. എന്തായാലും നോക്ക് നിങ്ങൾ, നല്ല രസമില്ല. ഇത് അതേ പർപ്പിൾ തന്നെ, അതിൽ വൈറ്റ് ഇങ്ങനെ വന്നിട്ട് അകത്ത് മഞ്ഞ കളറിലൊരു സംഭവമാണ്. എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അമ്മ പറഞ്ഞു ഇതിവിടെ കൊണ്ടുവെക്കാൻ. ഇതുണ്ടോ പിന്നെ എൻ്റെ പേര് ഞാൻ മറന്നു പോകും ഗൈസ് എപ്പോഴും. നിങ്ങളൊരാൾ കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇത് ആരൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല. ഇത്രയും ദിവസം നമ്മൾ വീഡിയോ ഇടാത്തതുകൊണ്ട് ആരെങ്കിലും കാണുമെന്ന് എനിക്കറിയില്ല. എന്നാലും കാണുന്നവരൊന്ന് കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ നമ്മുടെ കുറേ വെച്ച്. പിന്നെ ഈ ചെടി നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് നമ്മുടെ ഗാർഡൻ സെറ്റിങ്ങിൽ ഇതും ഇത് 2 എണ്ണം ഉണ്ടായിരുന്നു. ഇതും 2 എണ്ണം ഉണ്ടായിരുന്നു. കണ്ടോ, അപ്പോൾ ഇത് 2 എണ്ണമായിരുന്നു. ഞങ്ങളാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതും നിറച്ചും ഇങ്ങനെ നിറഞ്ഞു നിന്നു. എന്നുവെച്ചാൽ ഈ സംഭവം ഇതും ഇങ്ങനെ കാട് പോലെ നിൽക്കുന്നു. നമ്മൾ ഒരാൾ വീട്ടിൽ വന്നപ്പോൾ ആ ചേച്ചിക്ക് ഇത് ഈ ചെടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറിച്ചു കൊടുത്തു വിട്ടപ്പോൾ ഇങ്ങനെ ഒരിടക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് പോലെ വന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ അത് പറിച്ച് ഇങ്ങനെ മാറ്റി നട്ടു കേട്ടോ. ഇപ്പം നിറച്ചും ഇതായിട്ടുണ്ട്. ഇനിയൊന്ന് ഇച്ചിരി കൂടി വേര് പിടിച്ചു. എന്നാൽ ഇനി ഞങ്ങൾ കറക്റ്റായിട്ട് വരുന്നില്ലത്. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ടൈലിടാൻ വന്നപ്പോൾ
ആ ചേട്ടന്മാരെന്തോ കട്ട് ചെയ്ത കൂട്ടത്തിൽ ഈ ചെടിയുടെ എന്തോ കൂടി പോയി. അപ്പോഴത്തേക്ക് അവിടെ മൊത്തം കരിഞ്ഞു പോയതാണ്. അതിനി ശരിയാവുന്നുള്ളൂ. എന്തായാലും എൻ്റെ സ്നേക്ക് പ്ലാന്റ് കാണിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ പൂട്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് കണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഉറക്കം എണീറ്റ് വന്നപ്പോൾ അമ്മയാണ് പറഞ്ഞത്. അച്ഛൻ്റെ മുറിയിലെടുത്ത് വെച്ചായിരുന്നു ഒരു ദിവസം. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു തേനീച്ചത് ചെറിയ പ്രാണി വന്നിരിക്കണുണ്ടോ. അമ്മ പറഞ്ഞു അത് പൂട്ടെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം കള്ളത്തിലാന്നോർത്ത് പോയി നോക്കിയപ്പോൾ ഗായ്സ് ഇതിങ്ങനെ പൂവിട്ട് നിൽക്കണം, ഇങ്ങനെ മൊട്ട് ഇതിനി വിരിയും കേട്ടോ. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആരൊക്കെ ഇതിന് മുന്നേ ഇത് കണ്ടിട്ടുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് കണ്ടോണ്ടേ നിങ്ങളെയും കൂടി കാണിച്ചതേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ബൈ.